ഹലോ ചങ്കളെ, ഇന്ന് കുറച്ച് മത്തി കിട്ടിയപ്പോഴേ ഇന്ന് മത്തി കൊണ്ട് ഒരു എന്താ പറയാ തെക്കൻ ജില്ലക്കാർ വെക്കണ പോലെ ഒരു നാടൻ മത്തിക്കറി വെക്കാനുള്ള പദ്ധതിയിലാട്ടാ. അത് നമുക്ക് ആദ്യം ഞാൻ ചട്ടി ചൂടാക്കട്ടെ. അതൊന്നിങ്ങനെ കുറച്ചേക്കിട്ട് തീ കുറച്ചേക്കിട്ട് ഇട്ടാ. എന്നിട്ട് അതിന്റെ റെസിപ്പി ഒന്ന് പറയാം. ആദ്യം കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് പിന്നെ ഉലുവ ഇട്ടതിന് ശേഷം മുളക് പൊടി ഇടണം കേട്ടോ. ഇതൊന്നും ഇങ്ങനെ വയറ്റിന് വെച്ചേ നമുക്ക് മുളക് പൊടി ഇടാം. അപ്പൊ ഞാൻ എനിക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാ. ഓരോരുത്തരും കണക്കിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനൊരു 5 സ്പൂൺ ഇടുന്നുണ്ട്. ചെറിയ സ്പൂൺ ഇട്ടാ. എനിക്ക് കുറച്ച് മല്ലിപ്പൊടി, അത് 2 സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. ഇനി നല്ലോണം എന്നുണ്ടേ ഒരു പച്ചമണം പോണ വരെ ഇങ്ങനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പച്ചമണം ഒന്ന് മാറട്ടെട്ടാ. തീ കുറച്ചൊന്ന് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ അതിപ്പോ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇതുപോലെ ഇങ്ങനെ കൊഴുകൊഴാന്ന് ഇങ്ങനെ അരച്ചെടുക്കുക കേട്ടാ. നമുക്ക് ബാക്കി അടുപോവാം. അപ്പൊ ഞാൻ അതേ ചട്ടീനെ വീണ്ടും വെച്ചിട്ടുണ്ട്. അത് ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാല് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. പച്ചമുളക് ഞാൻ നീളത്തിൽ കീറിയിരിക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി, അപ്പൊ ഒന്നിങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം. അതിങ്ങനെ ഫ്രൈ ആയി വന്നതിന് ശേഷമാണ് നമുക്കിനി ആ അരപ്പ് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എന്താ വെച്ചാലേ ഇത് കാണുന്നവർ വിചാരിക്കും ഇതിപ്പോ നമ്മൾ സാധാരണ ഇപ്പോൾ ഇത് വെക്കാറില്ല തന്നെയാണ്. പക്ഷെ ഇത് ഈ തെക്കൻ ജില്ലയിൽ ഒക്കെ ഉള്ള ആൾക്കാർ വെക്കുന്ന രീതിയാണ്. കുടംപുളി ഇട്ടിട്ടുള്ള മത്തിക്കറി. വേറെപ്പോ വല്ലാതെ പ്രത്യേകമൊന്നും ഇല്ല. എന്നാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ മലപ്പുറം ജില്ലക്കാരല്ലേ, നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു വെറൈറ്റി ആയിരിക്കും. അത്രേ ഉള്ളൂ. ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മള് അരപ്പുണ്ടല്ലോ, അരപ്പ് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെട്ടി നല്ലോണം ഇതാവട്ടെ. ആ പച്ചമണം കൊണ്ട് വിട്ടു പോകാൻ വേണ്ടിയിട്ടേ
പച്ചമുളക് പോയിട്ട് ഒന്നും കൊണ്ട് ചൂടായി വെക്കട്ടാ. നല്ല ഇങ്ങനെ കുഴന്നിരിക്കുന്നത് കേട്ടാ. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. നല്ലൊരു മണപ്പ് ഇങ്ങനെ വരും. ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കറി തിളച്ച കറിയിലോട്ട് ഞാൻ കുടംപുളി കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുടംപുളി ഒന്നുകൊണ്ട് പിടിക്കട്ടെ. ശരിക്കും ആ കുടംപുളിയുടെ പുളിയൊക്കെ ഒന്നുണ്ട് കറിയിലായി കഴിഞ്ഞിട്ട് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മത്തി ഓരോന്നോരോന്നായിട്ട് നീന്തി തുടിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല കാശായതുകൊണ്ട് കുറച്ച് ഒഴിക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിനി എന്താണെന്ന് വെച്ചാൽ ഇത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം വെക്കണം. നാളെയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടി കഴിക്കുക. പിന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.